ഉണ്ട്. ശ്രീജിത്ത് പണിക്കർ, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇതൊരു സെൽഫ് കോൾ എന്ന രീതിയിലേക്കും പോയിട്ടില്ലേ SITയുടെ. ഉദാഹരണത്തിന് ആ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നത് മെയ് 18-നും ജൂലൈ 20-നും മഹസറുകളിൽ തന്ത്രി ഒപ്പിട്ടില്ല എന്നുള്ള കാര്യമാണല്ലോ. അത് ഗൂഢാലോചനയ്ക്ക് തെളിവായിട്ടാണ് ഈ പറയുന്ന SIT അന്ന് അവതരിപ്പിച്ചത്. പക്ഷേ അത് ഒപ്പിടാത്തത് തന്നെ ഈ കോൺസ്പിറസിയിൽ അദ്ദേഹത്തിന് പങ്കാളിത്തമില്ല എന്നത് വ്യക്തമാക്കുന്നു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതുപോലെ SIT ഈ നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എന്നതിലേക്ക് വരികയാണല്ലോ. അതായത് SITയുടെ വീഴ്ച എന്നതിനെ പറയാമല്ലോ. ശ്രീ മഞ്ജുഷ്, താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഈ ഒരു വിവാദത്തിലേക്ക് തന്ത്രി ഉൾപ്പെടുകയും അദ്ദേഹത്തിന്റെ അറസ്റ്റ് വരികയും ചെയ്ത സമയം മുതൽ തന്നെ തന്ത്രിയുടെ അറസ്റ്റ് നീതിപരമല്ല എന്ന് വാദിച്ചിരുന്നയാളാണ് ഞാൻ. കാരണം അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് മേക്കൗട്ട് ചെയ്യുന്നില്ല എന്നതിനെക്കുറിച്ച് ആ സമയം മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മഞ്ജുഷ് അല്പം മുമ്പ് പറഞ്ഞതുപോലെ തന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്നൊരു വാദം തന്ത്രിക്ക് പോലുമില്ല. അത് അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. പക്ഷേ അത് ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. തനിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യത്തിൽ താൻ ഇടപെടേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടപെട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ബെയിൽ പ്ലീയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബെയിൽ പ്ലീ ഞാൻ വായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ വാദം അത് ശ്രീ നിജേഷ് ഓൾറെഡി പറഞ്ഞു, എങ്കിലും അത് ആവർത്തിച്ച് പറയേണ്ടതാണ്. കാരണം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ജാമ്യം കേൾക്കുന്ന കോടതിക്ക് ഒരാളിനെ കുറ്റവിമുക്തനായിട്ട് വിടാൻ കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിലവിൽ ഒരു കുറ്റവും അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് നിയമപരമായി നിലനിൽക്കാനുള്ള തെളിവുകളില്ല എന്ന് തന്നെയാണ്. ഇനി ഏറ്റവും പ്രധാനം, അദ്ദേഹം പറഞ്ഞു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരണയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബോധപൂർവം കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമമോ ഇതിലില്ല എന്ന്. ഒരാളിനെ അറസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് കോടതി തന്നെ പറയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ ചീഫ് പ്രീസ്റ്റാണ്. അങ്ങനെയുള്ള ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് SIT വളരെ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു. ആ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആരോപിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും തെളിവുണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ ശരിയാണ്. അപ്പോൾ തെളിവുകളുടെ പൂർണ്ണമായിട്ടുള്ള അഭാവത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മറ്റെന്ത് കാരണമാണ് എന്നാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ കേസിന്റെ നേരിട്ട് കണ്ടയാളാണ് എന്നുള്ളതാണല്ലോ ആ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമ്പോൾ. അതാണല്ലോ SIT അവിടെയാണല്ലോ കൂടുതൽ ഊന്നൽ നൽകിയത്. ഏതെല്ലാം ദിവസങ്ങളിൽ അദ്ദേഹം മാസപൂജകൾക്ക് നട തുറന്നു, ആ സമയത്ത് അവിടെ ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തിരികെ എന്നാണ് കൊണ്ടുവച്ചത് എന്നുള്ള കാര്യം അറിയാമായിരുന്നു. ഇതിലാണല്ലോ ഈ SIT ഊന്നൽ നൽകിയത്. അത് അന്നേ ഈ നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് ഈ താങ്കൾ ഉൾപ്പെടെയുള്ളവർ വാദിച്ച ഒരു കാര്യമാണ്. അതിപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. പക്ഷെ അവിടെയും താങ്കൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്ത്രിക്കെല്ലാം അറിയാമായിരുന്നു. അല്ല, തന്ത്രിക്ക് അറിയുന്ന തെറ്റല്ല, അവിടെയാണ് പ്രശ്നം. അതായത് ദേവസ്വം ബോർഡിന് അറ്റകുറ്റപ്പണിക്കുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുള്ള കാര്യങ്ങളാണ് ദ്വാരപാലക പാളികളിലെ സ്വർണ്ണമായിക്കോട്ടെ, കട്ടിളപ്പാളിയിലെ സ്വർണ്ണമായിക്കോട്ടെ, അത് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടും എംപവേർഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ദേവസ്വം ബോർഡ്. കാരണം കൊണ്ടുപോകരുത് എന്നുള്ള കാര്യവും തന്ത്രിക്ക് അറിയാമായിരുന്നു, കൊണ്ടുപോയി എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായത് കൊണ്ടുപോകണമെങ്കിൽ അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി തീരുമാനമെടുക്കുകയും അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുകയും ഹൈക്കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതിയുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഉത്തരവ് അല്ലെങ്കിൽ അവരുടെ അനുമതി വാങ്ങുകയും ചെയ്യണം. അത് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്ത്രിയുടെ ജോലിയല്ല. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സഫീഷ്യന്റ്. അതിനപ്പുറത്തേക്ക് അതിന് മുകളിൽ കയറി ഇത് നിങ്ങൾ സ്പെഷ്യൽ കമ്മീഷണറോട് ചോദിച്ചിട്ടുണ്ടോ, ഇത് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി അനുമതി മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ തന്ത്രിക്കില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആ റിമാൻഡ് റിപ്പോർട്ടോ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള എന്തൊക്കെ കുറ്റങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് SIT ഉന്നയിച്ച വാദങ്ങൾ, അതെ, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അനുജ്ഞ കൊടുത്തില്ല, അദ്ദേഹം അതുവഴി ആചാരലംഘനം നടത്തി എന്നാണ്. അനുജ്ഞ കൊടുത്തില്ല എന്നുള്ളത് SITയുടെ വിഷയമല്ല. ആചാരലംഘനം നടത്തി എന്നുള്ളത് SITക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ BNSO നമ്മുടെ IPCO അനുസരിച്ചിട്ട് കേസെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷനുമല്ല. രണ്ട്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കോടതി ഇതിൽ പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പൂർണ്ണമായിട്ടും എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതുവഴി അദ്ദേഹം മൗനാനുവാദം കൊടുത്തു എന്നുള്ളതാണ്. ഈ മൗനാനുവാദവുമായി ബന്ധപ്പെട്ട് കോടതി ഇതിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മൗനമായിട്ടുള്ള അനുവാദം, നിങ്ങൾ മൗനത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അതൊരു കുറ്റകൃത്യത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? നിങ്ങൾ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ഓഫ് പവർ. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ജഡ്ജ്മെന്റിൽ ഇരിക്കാൻ തക്ക അധികാരം നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ ആ അധികാരം ഉപയോഗിക്കാതെ പകരം മൗനം പാലിച്ചിരുന്നാൽ മാത്രമാണ് നിങ്ങളൊരു കുറ്റം ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അധികാരമുള്ള പൊസിഷനിലല്ല നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മൗനം പാലിച്ചാലോ ഇല്ലെങ്കിലോ
അത് ഒരു തരത്തിലും നിങ്ങൾ കൊടുക്കുന്ന ഒരു അനുവാദമായിട്ട് മാറുകയില്ല. അതായത് ഈ പാളികളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന് തന്ത്രിയുടെ അനുമതി വേണ്ട. അങ്ങനെ വേണ്ടാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും അത് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റമല്ല. ഇനിയുള്ളത് ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് പ്രൂവ് ചെയ്യണം. അതിന് പറ്റുന്ന ഒരു കാര്യവുമില്ല. കോടതി തന്നെ പറയുന്നുണ്ട്. അതിൽ ഇതും വന്നിട്ടുണ്ട്, ഈ മഹസറിൽ ഒപ്പിടാത്ത കാര്യവും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ അതെ. അതോടൊപ്പം തന്നെ വാദത്തിനിടയിൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ഒരേ സമയത്ത് ശ്രീരാംപുര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ക്ഷേത്രത്തിൽ നിന്നുള്ള റെക്കോർഡുകൾ കൊണ്ടുവന്ന് ബെയിൽ പ്ലേയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 1997 മുതൽ 2003 വരെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് 2005 മുതൽ 2015 വരെയുള്ള സമയത്താണ് കണ്ഠൻ രാജീവര് അവിടെ തന്ത്രിയായിരുന്നത്. ഓവർലാപ്പിംഗ് പീരീഡിൽ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് മോഹനരോ അതോ നീലകണ്ഠരോ ആരോ ആയിരുന്നു. അതെ അതെ. അതായത് ബേസിക് ഡോക്യുമെന്റുകൾ പോലും കൃത്യമായി കൊണ്ടുവരാതെ ഇവർ തമ്മിൽ അവിടെ ഉണ്ടായിരുന്ന ബന്ധം അങ്ങനെയാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വ്യാജ നിർമ്മിതിയാണ് എന്നുള്ളതാണ്. ഇതിൽ ആദ്യം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. മതപരമായിട്ടുള്ള അവിടുത്തെ ചടങ്ങുകൾ, ആചാരം, പൂജ, ഈ കാര്യങ്ങളുടെ കസ്റ്റോഡിയനാണ് തന്ത്രി. അവിടെയുള്ള റിപ്പയർ, മെയിൻ്റനൻസ്, അപ്കീപ്പ് തുടങ്ങിയ അതേ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതിലെന്ന് പറഞ്ഞാൽ തന്ത്രിക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു, തന്ത്രി ഇതെല്ലാം അറിഞ്ഞതാണ്. പക്ഷെ നിയമപരമായി തന്ത്രിക്ക് ബാധ്യതയില്ല ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനോ തടയാനോ. പക്ഷേ വിശ്വാസികളുടെ കണ്ണിൽ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം തന്ത്രി അറിഞ്ഞിട്ടും അത് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, എന്തിന് അത് സമ്മതിച്ചു? എന്തായാലും വിശ്വാസികൾക്ക് ദോഷകരമായ കാര്യം അവിടെ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ തന്ത്രി കുറ്റക്കാരനല്ല. കാരണം തന്ത്രിക്ക് അതിനുള്ള ബാധ്യതയില്ല. പിന്നെ ഈ പറയുന്നത് ഈ SITക്ക് പറ്റിയ മറ്റൊരു വീഴ്ചയാണ് ഈ പറഞ്ഞത്. ഓരോ വർഷം വീതം താഴമൺ തന്ത്രി കുടുംബത്തിൽ ഇങ്ങനെ തന്ത്രിമാർ മാറിക്കൊണ്ടിരിക്കും ശബരിമലയിൽ. അതുപോലും കണക്കാക്കാതെയാണ് ഈ കുറ്റകൃത്യം നടന്ന പീരീഡ്, ഒരു കേസിൽ ആ കുറ്റകൃത്യം നടന്ന പീരീഡിൽ, അതായത് സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആയിരുന്നില്ല തന്ത്രി. അപ്പോൾ അതുപോലും SIT അന്വേഷിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്യാതെയാണ് ചെയ്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് നിയമത്തിൻ്റെ കണ്ണിൽ തന്ത്രി രക്ഷപ്പെടും, ഒരു സംശയവുമില്ലാത്ത കാര്യമാണിപ്പോൾ. വിശ്വാസികളുടെ കണ്ണിലോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം മുതൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ഈ ചർച്ചയിലും പങ്കെടുക്കുന്നത്. അന്ന് തൊട്ട് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു വരുന്ന ഒരു വാദമുഖമായിരുന്നു, ശബരിമല ക്ഷേത്രത്തിലെ ഒരു തരി സ്വർണമോ ഒരു രൂപയെങ്കിലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ വ്യക്തികൾ ആരായാലും, അത് തന്ത്രി ആയാലും മന്ത്രി ആയാലും, നിയമത്തിന്റെ മുമ്പിൽ അതിന്റെ പ്രോസസ്സിന് വിധേയനാകണം എന്ന ഒരു വാദമുഖമായിരുന്നു ഞങ്ങൾ ഉയർത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ തന്നെയാണ് ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് പിണറായി സർക്കാരിന് അല്ലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിരോധമാണ് ഇതിന്റെ തുടക്കത്തിന്റെ കാരണമെന്ന് വളരെ വ്യക്തമാണ്. തുലാമാസ പൂജകൾ നമുക്കറിയാം. ഈ യുവതീ പ്രവേശനം നടന്ന വർഷത്തെ തുലാമാസ പൂജകൾക്ക് ശേഷം, നട അടച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനവും പത്തനംതിട്ടയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലും പറഞ്ഞ വാദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് തന്ത്രി. അദ്ദേഹത്തിന്റെ കോന്തലയിൽ കെട്ടിയിട്ട താക്കോൽ ഉണ്ട് എന്നുള്ള കാരണത്താൽ വലിയ ഗർവൊന്നും താങ്കൾ കാണിക്കരുത്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ചവിട്ടി പുറത്താക്കും എന്നുള്ള ഒരു വാദമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.